ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഒക്ടോബർ 31-ന് സൗത്ത് ഇന്ത്യൻസിൻ്റെ ഒരു പ്രോഗ്രാമിന് പോയ വീഡിയോസാണ്. അങ്ങനെ ഹാലോവീൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് സ്ഥലത്തുനിന്ന് ഈ സെയിം മുട്ടായി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ബസ്സിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെത്താൻ ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കണമായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ഫിലിപ്പിനും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ബസ്സിൻ്റെ നമ്പർ വല്ലതും ഉണ്ടോ? നമ്മൾ കയറിയത് സെയിം ബസ്സിലാണ്. അയാളുടെ വാലറ്റ് ബസ്സിൽ വെച്ച് മിസ്സായി പോയിരുന്നു. പെട്ടെന്ന് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഓർത്തത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് നോക്കി ഒരു നമ്പർ പറഞ്ഞു കൊടുത്തു. പക്ഷേ ആ നമ്പർ എല്ലാ ബസ്സിനും സെയിം ആയിരുന്നു. പിന്നെ വേറെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ഫ്രണ്ടിലോട്ട് നടന്നു. വീണ്ടും ഞാൻ വീഡിയോ ഒന്നും കൂടെ കണ്ടപ്പോഴാണ് 2 നമ്പർ വീഡിയോസിൽ എനിക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ പെട്ടെന്ന് തിരിച്ചു പോയി അയാൾക്ക് ബസ്സിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നിന്നില്ല. നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് പെട്ടെന്ന് ഓടി. അയാൾക്ക് വാലറ്റ് കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹോട്ടലിലെത്തി. പുറത്തുനിന്ന് കയറിയപ്പോൾ തന്നെ ബാഗൊക്കെ സെക്യൂരിറ്റി ചെക്കിലൂടെയൊക്കെ വിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. ഒരു വലിയൊരു ഹോട്ടലായിരുന്നു. പോയപ്പോൾ തന്നെ ഫിലിപ്പിനോസ് അവിടെ പ്രാക്ടീസ് നടത്തുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ എന്തോ ട്രഡീഷണൽ ഡാൻസാണിത്. അങ്ങനെ ഞങ്ങളെ വിളിച്ച ആളിനെ തപ്പിയായിരുന്നു അടുത്ത ഞങ്ങളുടെ നടത്തം. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അയാളെ തപ്പി പ്രോഗ്രാം നടക്കുന്ന ഹോളിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അകത്തോട്ട് കയറിയപ്പോൾ തന്നെ എൻ്റെ കിളിയെല്ലാം പറന്നു പോയിട്ടുണ്ടായിരുന്നു. നല്ല ഗ്രാൻഡ് പരിപാടിയായിരുന്നു. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ എൻട്രി ഫീ തന്നെ ഒരാൾക്ക് 5000 പെസോസ് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞത്. പ്രോഗ്രാമിന് പോയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ പൈസ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അവർ ഞങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ തന്നെ അവിടെ ഹിന്ദിയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഹലോ ഹലോ പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ വേറെ ഡാൻസിന് ഒരുങ്ങി കുറേ പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങാൻ വേണ്ടി പോയി. അവിടെ ജസ്റ്റ് വാഷ്റൂമിൽ കയറിയപ്പോൾ തന്നെ വാഷ്റൂമിൽ കുറേ കണ്ണാടി, നല്ല ലൈറ്റ്സ്, ഒരുങ്ങാനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ റെഡിയായി. ഇതായിരുന്നു ഗൈസ് ഞങ്ങളുടെ എല്ലാവരുടെയും ഫൈനൽ ലുക്ക്. നല്ല വലിയ വാഷ്റൂമായിരുന്നു വിത്ത് കുറേ മിറേഴ്സ്. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. വാഷ്റൂമിൻ്റെ അകത്ത് എന്തിനാണ് പെയിൻറ്റിങ്സ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. വാഷ്റൂമിൻ്റെ അകത്ത് മൊത്തം കണ്ണാടി. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ അതിനേക്കാളും ഭംഗിയുള്ളൊരു കണ്ണാടി. പിന്നെ അവിടെ നിന്നും ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങളോട് അവർ പറഞ്ഞു എവിടെയോ താഴത്തെ ഫ്ലോറിലൊരു വെയിറ്റിംഗ് റൂമുണ്ട്, അവിടെ പോയി വേണം ഇരുന്നോളാൻ. അങ്ങനെ ഞങ്ങൾ ആ റൂം തപ്പിപ്പോയി. വലിയ ഹോട്ടലായതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ റൂം മാറി വേറൊരു ഫിലിപ്പിനോസിൻ്റെ റൂമിലായിരുന്നു ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. ബാക്കി കഥയൊക്കെ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ എല്ലാവരും കാണണേ. ബൈ ഗായ്സ്.